ഓഗസ്റ്റ് മാസം 4-ാം തീയതി കടവന്ത്ര സ്വദേശി സുഭദ്രയെന്ന 73-കാരിയെ കാണാതാവുകയാണ്. 2 ദിവസങ്ങൾ കഴിഞ്ഞ് അമ്മയെ കാണാനില്ലെന്ന് കാട്ടി സുഭദ്രയുടെ മകൻ പോലീസിൽ പരാതി നൽകി. 7-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. സുഭദ്രയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച അന്വേഷണത്തിന്റെ ആദ്യഘട്ടം. കടവന്ത്ര സ്വദേശിയായ സുഭദ്രയുടെ അവസാന ടവർ ലൊക്കേഷൻ ആലപ്പുഴ കോർത്തുശ്ശേരിയിൽ. എന്തിനാണ് ആലപ്പുഴയിലെത്തിയതെന്നായി. സുഭദ്രയ്ക്ക് ആലപ്പുഴയുമായുള്ള ബന്ധം അന്വേഷിച്ചെത്തിയപ്പോൾ കേട്ട 2 പേരുകൾ: മാത്യൂസ്, ഷർമിള. ഷർമിളയും സുഭദ്രയും തമ്മിൽ വർഷങ്ങളുടെ പരിചയം. ആരാധനാലയങ്ങളിലും മറ്റും പോകുന്നത് ഒരുമിച്ച്. ഇടയ്ക്കിടയ്ക്ക് ഷർമിളയും മാത്യൂസും സുഭദ്രയുടെ അടുത്തു പോയി താമസിക്കും. തിരികെ അവരും. കോർത്തുശ്ശേരിയിലെ നാട്ടുകാർ ഈ ദിവസങ്ങളിൽ മൂവരെയും കണ്ടിരുന്നു. ഇത് സാധൂകരിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ നീങ്ങി. അങ്ങനെ സുഭദ്രയെന്ന 73-കാരിയുടെ ജീർണിച്ച മൃതശരീരം മാത്യൂസ്, ഷർമിള ദമ്പതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്നയിടത്തു നിന്നും പോലീസ് കുഴിച്ചെടുത്തു. കൊലപാതകമെന്ന് ആദ്യമേ ഉറപ്പിച്ചു. പക്ഷേ ആര്, എന്തിന്, എങ്ങനെ? കൊലപാതക വാർത്ത കാറ്റിനോളം വേഗത്തിൽ എല്ലായിടത്തുമെത്തി. മാധ്യമങ്ങളിൽ വാർത്തയായി. 2 പേരുകളിലേക്ക് പോലീസ് അന്വേഷണം നീണ്ടു. കൊലയാളികൾക്കായി അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിൽ കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുത്തു. കൃത്യം 1 മാസത്തെ പഴക്കം. സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടിയ ശേഷം മാത്യൂസും ഷർമിളയും കടന്നുകളഞ്ഞു. സ്വർണം തട്ടിയെടുക്കാനായി നടത്തിയ ക്രൂര കൊലപാതകമെന്ന നിഗമനത്തിലേക്കെത്തി. ഞങ്ങൾ പറയണത് അവരെ പീഡിക്കണം, പീഡിച്ച് തൂക്കുകയർ കൊടുക്കണമെന്നാണ് പെറ്റത്. അല്ലെ ഞാനൊരു ജന്മം കൊടുത്തെന്നുള്ള കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ മകനോട് തൂക്കി കൊല്ലണമെന്ന് തന്നെ പറഞ്ഞു. ഒടുവിൽ മൃതദേഹം കണ്ടെത്തിയതിന്റെ 3-ാം നാൾ കൊലയാളി ദമ്പതികൾക്ക് പിടിവീണു. ആഴ്ചകളായി ഒളിവിലായിരുന്ന മാത്യൂസും ഷർമിളയും ഒടുവിൽ പോലീസിന്റെ വലയിലായത് കർണാടകയിലെ മണിപ്പാലിൽ നിന്ന്. അതിനിടെ കൊല്ലപ്പെട്ട സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അതിലുണ്ടായിരുന്നത് ഒരു മനുഷ്യൻ അനുഭവിച്ച ക്രൂരതകളുടെ നേർസാക്ഷ്യം. സുഭദ്ര തിരോധാന കേസ് അന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത ദിവസം, അതായത് ഓഗസ്റ്റ് 7-ന്, ഈ ദമ്പതികൾ സുഭദ്രയെ അതിക്രൂരമർദ്ദനത്തിനിരയാക്കുകയായിരുന്നു. കഴുത്തുഞെരിച്ച ചവിട്ടിക്കൊന്നു. സുഭദ്രയുടെ ദേഹത്ത് നിറയെ ഒടിവും ചതവുമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മാത്യൂസും ഷർമിളയും വിവിധ ജ്വല്ലറികളിൽ വിറ്റ സുഭദ്രയുടെ സ്വർണം അന്വേഷണ സംഘം വീണ്ടെടുത്തു. ഇങ്ങനെ കാൽവഴുതി വീണിട്ട് ആശുപത്രി കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് ഇവിടെ ഓട്ടോ തിരക്കി വരികയും ഓട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടുവരുന്ന വഴി ഞാനൊന്ന് കണ്ടു. പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ മാസമാണോ? കഴിഞ്ഞ മാസം. കർണാടകയിലെ മണിപ്പാലിൽ നിന്ന് പിടിയിലായ ഷർമിളയെയും മാത്യൂസിനെയും റോഡ് മാർഗം ഇന്നു രാവിലെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിൽ സാമ്പത്തിക നേട്ടത്തിനായാണ് സുഭദ്രയെ കൊന്നതെന്ന് പ്രതികൾ വെളിപ്പെടുത്തി. മരുന്നു നൽകി മയക്കിയ ശേഷം സ്വർണം കൈക്കലാക്കി. ഉണർന്നപ്പോൾ ഇത് ചോദ്യം ചെയ്ത് സുഭദ്ര ബഹളം വെച്ചു. മാത്യൂസും ഷർമിളയും ചേർന്ന് സുഭദ്രയെ അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നു. സുഭദ്ര കൊലക്കേസ് ആസൂത്രിതമെന്ന് വ്യക്തം. 2 മാസം മുൻപ് കടവന്ത്രയിൽ വെച്ച് കൊല്ലാൻ ഇരുവരും പദ്ധതിയിട്ടു. നടക്കാതെ വന്നപ്പോഴാണ് കൃത്യം നടത്താൻ ആലപ്പുഴ തിരഞ്ഞെടുത്തത്. ഉദ്ദേശിച്ച പോലെ തന്നെ ഇരുവരും കൊലപാതകം നടത്തി. അതിനിടെ കേസിൽ ഒരു 3-ാമന്റെ സാന്നിധ്യം കൂടി. ഇവരുടെ സുഹൃത്ത് റെയ്നോൾഡ്. സുഭദ്രയെ മയക്കാനായി മരുന്നു വാങ്ങി നൽകിയത് റെയ്നോൾഡാണ്. എന്നാൽ ഇയാൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല. കുഴിവെട്ടിയ മറ്റൊരാളും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. കൊലപാതകത്തിന് ശേഷം ഉടുപ്പിയിലേക്ക് കടന്ന പ്രതികൾ ഇടയ്ക്ക് നാട്ടിലെത്തി. പിടിയിലാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വീണ്ടും കടന്നുകളഞ്ഞു. ഓണാവധിക്ക് ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ആക്ച്വലി ഇത് 2 മാസം മുമ്പ് തന്നെ ഇതുപോലെ ഒരു പ്ലാൻ നടന്നിട്ടുണ്ട്. പക്ഷെ അന്നെന്തോ വന്ന സമയത്ത് അവരിത് ചെയ്യാതെ പോയതാണ്. ഇത് ഓൾറെഡി പ്ലാൻഡ് ആണ്. നല്ലൊരു വർക്കാണ് ശരിക്കും ഈ ഓഫീസേഴ്സിൻ്റെ. കാരണം നമ്മൾ ഇവിടുന്ന് നിങ്ങളത് ഞാൻ പലരോട് പറഞ്ഞു. അത് ഇവിടെ ന്യൂസിൽ ഞാനിങ്ങനെ വായിക്കുന്നുണ്ട്. ഈ രാവിലെ ബോഡി എടുക്കുമ്പോഴേക്ക് പോലീസ് പാർട്ടി എവിടെയാണ്? ഉടുപ്പിയിൽ എന്നല്ല ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് വായിക്കാത്ത പ്രതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും വായിച്ചിട്ടുണ്ട്. പ്രതികൾ എന്തായാലും വായിച്ചിട്ടില്ല. കാരണം അവർ നേരെ ഇതിന് ശേഷം ഇവിടുന്ന് ഒരു നമ്പർ ലൊക്കേറ്റ് ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നേരെ പോയത് ഉടുപ്പിയിലേക്കാണ്. അവിടെ ഈ സഹോദരന്മാർ അവിടെ കാത്തിരിക്കേണ്ടായിരുന്നു. അത് ഉടുപ്പി അപ്പം തന്നെ കിട്ടി. മാത്യൂസിനും ഷർമിളയ്ക്കും കൂട്ടായിരുന്ന സുഭദ്ര. അവരുടെ വിവാഹത്തിന് മുൻപന്തിയിൽ നിന്നയാൾ.
സാമ്പത്തിക സഹായം ചെയ്തിരുന്നയാൾ. ഒടുവിൽ മക്കളായി കണ്ടവർ അവരുടെ ജീവനെടുത്തു. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.